ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. Hello, hello, am I audible? Are you able to see my screen? Hello, hello. അടിപൊളി, പവറും പോയി നെറ്റും പോയി. കേട്ടാ, നമ്മളെ പ്ലാവിലെ ചിക്കൻ ഇല്ലേ, അതിനുശേഷം വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണ്ടേ? വെറൈറ്റി, ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫുള്ള് കണ്ടമാനം വെറൈറ്റി കൊണ്ടുള്ള വെറും കളിയാണ്. വെറൈറ്റി ഇല്ലാണ്ട് സാധാരണ സിമ്പിൾ സംഭവം ഇടലാണ് ഇപ്പം വെറൈറ്റി. ഓക്കെ, സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്നാൽ നമുക്ക് കപ്പേനെ കൊണ്ട് നല്ല നാടൻ ഡിഷ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? കപ്പേനെ കൊണ്ടാ? കപ്പ മാത്രമൊക്കെ ഉണ്ടാ, നമുക്ക് ചെമ്മീനോ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു എന്തെങ്കിലും ഡിഷാക്കിയാലോ? എന്നാൽ നമുക്ക് ചപ്പില ഉണ്ടാക്കാം. നല്ല ചപ്പല വെച്ചിട്ട് കപ്പയും ചെമ്മീനെല്ലാം. ഈ ചപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇലയാണ്, വാഴയില. ഓക്കെ, നാട്ടില് നമ്മളെ ഏരിയയിലൊക്കെ ഇലക്ക് ചപ്പ് എന്ന് പറയാം. ഓക്കെ, ചെമ്മീൻ, ചപ്പ്, കപ്പ. ആഹാ, അന്തസ്. അപ്പം ചെമ്മീൻ നമുക്കൊരു റോസ്റ്റ് ചെയ്ത പോലെ ആക്കിയിട്ട് കപ്പ പുഴുങ്ങിയിട്ട് ഒരു ലെയറാക്കിയിട്ട് വെച്ചിട്ട് ഈ ഇലയിൽ വെച്ചിട്ട് ചപ്പിൽ വെച്ചിട്ട് ചെമ്മീൻ ഇപ്പൊ ഇവിടുന്ന് കിട്ടും. ചെമ്മീൻ ഇപ്പൊ ഷോപ്പിൽ വന്നിട്ടുണ്ടാവും. ഉണ്ടാവും. അതാ ചെമ്മീൻ ഉണ്ട്. ചെമ്മീൻ വാങ്ങിക്കാം. കപ്പയുണ്ടോ സൂപ്പർ മാർക്കറ്റിലുണ്ടോ? ആ, കപ്പയുണ്ട്. കപ്പ കിട്ടി. കപ്പയും കിട്ടി, ചെമ്മീനും കിട്ടി. ചപ്പ ഇവിടുന്ന് കിട്ടും. ചപ്പാണ് പ്രശ്നം. ചപ്പ് നമ്മൾ തപ്പേണ്ടി വരും. ചപ്പ നമുക്ക് തപ്പാം. ഈ ഡിഷിനൊരു പേര് വേണ്ടേ? ആ, ചെമ്മീനുണ്ട്, കപ്പയുണ്ട്, വലിയ പേര് വേണ്ട. ചെമ്മീൻ കപ്പ എന്നിട്ടാലോ? ചെമ്മീൻ കപ്പ രസമല്ല, കുറെ ഉണ്ടാവും ചെമ്മീൻ കപ്പയല്ലോ. കപ്പ ചെമ്മീൻ. കപ്പ ചെമ്മീൻ ഒരു സുഖമില്ല. കപ്പ ചെമ്മീൻ. പിന്നെ നമുക്ക് ചപ്പില കപ്പ എന്നിട്ടാലോ? ചപ്പില കപ്പയാ? ചപ്പില കപ്പ. ചപ്പില കപ്പ. ചപ്പില കപ്പ ഉള്ളാലോ? ചപ്പില കപ്പ അടിപൊളിയാണല്ലോ. പറയാനൊരു സുഖമല്ലുണ്ട്. ചപ്പില കപ്പ ഒന്ന് ഉറപ്പിക്കാം. ഞാൻ ചപ്പ ഇവിടുന്ന് കിട്ടും നോക്കട്ടെ. ചപ്പ് എന്നാ ഞാൻ അപ്പഴത്തേക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ. ജിത്തോട്ടാ, നിങ്ങൾ ഇതിന് തപ്പുന്നേ? ബനാന ലീഫ് നിയർ മീ. ബെസ്റ്റ് പാർട്ടി. ഈ വാഴയുടെ ലൊക്കേഷൻ ഒന്നും ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടൂല മിസ്റ്റർ. പോയിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് തപ്പണം. ഫീൽഡിൽ ഇറങ്ങണം? പിന്നെ കൊറോണ കാലത്ത് ഞാനിതായിരുന്നു ഫീൽഡിൽ ഇറങ്ങിയിട്ട് വാഴയില സംഘടിപ്പിക്കാനാ. പിന്നെ നമ്മള് ചപ്പില കപ്പ ഉണ്ടാക്കുക. പോയിട്ട് തപ്പ. നല്ല വാഴയില തന്നെ കുറേ എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കിഴങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മരക്കിഴങ്ങ്, നമ്മുടെ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കിലോളം വരുന്ന മരക്കിഴങ്ങാണിത്. അതിലേക്ക് നമുക്കിത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലോളം വരുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി കപ്പയിലേക്ക് വേറെ ഉപ്പൊന്നും ഇടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതേപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത്രയും അളവിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ ചെമ്മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ചെമ്മീൻ കിട്ടിയതുകൊണ്ട് ചെറുതായി അരിഞ്ഞ് കുറച്ച് മഞ്ഞളും കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ കിഴങ്ങ് ഇവിടെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
ഈ കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പക്കനുസരിച്ചിട്ട് വേവൊക്കെ മാറും. അപ്പോൾ ഒരു കത്തി വെച്ച് ഇതേപോലെ നമുക്കൊന്ന് കുത്തി നോക്കാം, അല്ല ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വേവ് ആയിട്ടുണ്ട്. എത്ര തന്നെ മതിയാവും. നിങ്ങൾക്കിനി നല്ല ഉടഞ്ഞിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിവിടെ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കുകയാണ്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ ഈ കപ്പയൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതേ സമയം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ ഡിഷിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, എങ്കിലേ നല്ലൊരു നാടൻ സ്വാദ് വരുള്ളൂ. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 3-5 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അധികമായിട്ട് ചേർത്താൽ കുറച്ച് പുളി കൂടിപ്പോകും, അപ്പോൾ നിങ്ങൾ അധികം തക്കാളി ചേർക്കേണ്ടതില്ല. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തെടുക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇതിലെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിനാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ ചെറിയൊരു ചെമ്മീനില്ലേ, അതാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഈ വലിയ ചെമ്മീനാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾ ചെമ്മീനും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിനിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഈ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അത്ര വെള്ളം മാത്രം മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലൊരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ തടിത്തവിയോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനെ തുറന്ന് നോക്കാം എന്തായെന്ന്. നമ്മുടെ ചെമ്മീന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രക്കും ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എല്ലാം ഒന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഒന്നുകൂടി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലതുപോലെ ചെമ്മീനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ഏകദേശം ഒരു ഹാഫ് വേവായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് അധികം വെന്ത് പോകണ്ട, ഇങ്ങനെ തന്നെ മതിയാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു വാഴയില വേണം. നമ്മൾ കുറച്ച് നേരത്തെ പറിച്ചെടുത്ത വാഴയില നമ്മളൊന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴയില വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കുമ്പോഴേക്കും വാഴയില പൊട്ടിപ്പോവും, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കയ്യിലേക്ക് ഈ വാട്ടിയെടുത്ത വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങൊന്ന് വെച്ച് കൊടുക്കാം. കപ്പ കിഴങ്ങൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു ഫില്ലിങ് പോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് അല്ല പ്രോൺസ് റോസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കപ്പ കൊണ്ട് ഈ ചെമ്മീനെ ഒന്ന് നമ്മൾ കവർ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഈ ഇല ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതൊന്ന് പുറത്ത് വരാത്ത വിധം ഒന്ന് ഇതാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കിഴി പോലെ ആക്കിയെടുക്കാം. കിഴി പോലെ ആക്കിയെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ അങ്ങനെ വലിയ വാഴയിലൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു വാഴയില കൂടി വെച്ച് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പുറത്തേക്ക് വരും, അതുകൊണ്ടാണ്. ഇതേപോലെ ഒന്നുകൂടി വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഒരു നൂലെടുത്തിട്ട് നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇനി ആവിയിൽ വെച്ച് കുറച്ച് സമയം വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഒരു കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കിഴികളും റെഡിയാക്കി എടുക്കാം. ഇനി ഒരു അരിപ്പത്തട്ടോ അല്ലെങ്കിൽ സ്റ്റീമറോ എടുത്തിട്ട് നമുക്ക് ഈ എല്ലാം കൂടി അരിപ്പത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെള്ളം ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ ഈ അരിപ്പത്തട്ട് അവിടെ വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് ഈ ഇലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ കിഴങ്ങിലേക്കൊന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പോലെ ഇത് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ആ വാഴയിലൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ വാഴയിലയുടെയൊക്കെ സ്മെല്ലും ഒക്കെ ആ കിഴങ്ങിലേക്കൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും. നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ടൻ ചായയാണ്. നമുക്കിപ്പോൾ നല്ലൊരു കട്ടൻ ചായയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചപ്പില കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനത് തുറന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിത് കുടിക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടി വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള കൂടി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നമ്മുടെ നാടൻ കപ്പ തന്നെയാണിത്. എന്നാലും നമ്മൾ ചെമ്മീൻ റോസ്റ്റിൻ്റെ കൂടെ ഒന്ന് ഇലയിലൊക്കെ വെച്ച് ആവി കയറ്റിയൊക്കെ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ തേങ്ങാക്കൊത്തും ചെമ്മീനും സവാളയും ഒക്കെ കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ നല്ല കട്ടൻ കാപ്പിയും. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല നാടൻ കപ്പയും ചെമ്മീനും പിന്നെ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് ഇലയിൽ കിഴി പോലെ ആക്കിയിട്ട് ഉള്ള സംഭവമാണിത്. ഇതിലിപ്പോൾ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. സവാളയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് കട്ടൻ ചായ. കപ്പയും ചെമ്മീനും മസാലയൊക്കെ പുരട്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണിത്. ഇത് കുറച്ച് സവാളയും ഇതൊക്കെ ചേർത്ത് എല്ലാം നമുക്കൊരു പിടിക്കാം. അടിപൊളി കിട്ടു സാധനം. നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. പൊന്നോ, പൊളിച്ച് അടിപൊളി ടേസ്റ്റ് കേട്ടാ. വെറുതെ പറയില്ല. കപ്പ സാധാരണ കഴിക്കാറുണ്ട്, ചെമ്മീനും കഴിക്കാറുണ്ട്. ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ. അതിനകത്ത് തേങ്ങാക്കൊത്തും പിന്നെ നമ്മുടെ സവാളൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ്. നല്ല കിട്ടു ടേസ്റ്റ്. എന്തൊക്കെയോ നമ്മുടെ നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ ഓർമ്മ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ഇലയിലൊക്കെ ഉള്ളതല്ലേ, കിഴിയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ മറ്റേ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകും. നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സെറ്റ്. അപ്പോൾ ചപ്പിലക്കപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് നമ്മൾ വെറൈറ്റി ഇല്ലാത്തൊരു വിഭവമായിട്ട് തീർച്ചയായും തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് നിജിനാസ് കിച്ചൺ. ഓക്കെ, ഡൺ. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറാ.
ആയാ പറ കേട്ടോ. ഓക്കെ റെഡി. വേർഡ്സ് വരുന്നില്ല. നമ്മൾ ചപ്പില